ഈ കഴിഞ്ഞ ദിവസം ലോകത്തെ നടുക്കിക്കൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള സുപ്രീം ലീഡർ എന്നവർ വിളിക്കുന്ന ഗവൺമെൻറ് തലവനായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ ഇസ്രായേലും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ആക്രമണം വകവരുത്തി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ലോകത്തിലൊക്കെ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കി. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം ഇറാൻ്റെ അതീവ സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ വസതി തന്നെ തകർത്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിൽ തന്നെ പല ക്രെഡിബിളായിട്ടുള്ള പത്രങ്ങളുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലൊന്ന് ഫിനാൻഷ്യൽ ടൈംസ് ആണ്. അവർ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ്. അവർ വളരെ അതോറിറ്റേറ്റീവായി ബിസിനസ്സിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ സെർച്ച് ചെയ്ത് പഠനം നടത്തി പറയുന്ന ആളുകളാണ്. ഫാക്ച്വലി തന്നെ ഇൻഫർമേഷൻസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് അവരുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് യഥാർത്ഥത്തിൽ ഈ ആയത്തുള്ള അലി ഖൊമേനിയുടെ ലാസ്റ്റ് ഡേ എന്താണ് സംഭവിച്ചത്, അവിടെ എത്തരത്തിലാണ് ഇസ്രായേലൊക്കെ ആക്രമണം നടത്തിയത്, എങ്ങനെയാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ആയത്തുള്ള അലി ഖൊമേനിയെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി ഫൈറ്റർ ജെറ്റുകളും ലോങ് റേഞ്ച് മിസൈലുകളെ വഹിച്ചുകൊണ്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഏതാണ്ട് വെളുപ്പിന് തന്നെ ഇസ്രായേലിൽ നിന്നൊക്കെ പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെട്ടതിന് ശേഷം ഇറാനിലേക്ക് എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ 9:30-ക്കാണ്. ആ 9:30, അതായത് ശനിയാഴ്ച രാവിലെ തന്നെ 9:30-ക്ക് എത്തുന്നു. ടെഹ്റാനിൻ്റെ നഗരമധ്യത്തിലുള്ള ഖമൈനിയുടെ ഓഫീസ് റെസിഡൻസ് കോംപ്ലക്സ് ആയിട്ടുള്ള അതിനറിയപ്പെടുന്നത് ബെയ്ത്ത് റഹ്ബാരി എന്നാണ്. ഈ ബെയ്ത്ത് റഹ്ബാരി എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ലീഡർഷിപ്പ് എന്നാണ് അർത്ഥം. അവിടേക്ക് ഈ പറയുന്ന പോലെ മിസൈലുകളൊക്കെ വന്ന് പതിക്കുന്നു. ഏതാണ്ട് 30-ലധികം വരുന്ന ബോംബുകൾ ഇടുന്നു. ആ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ആകെ ഛിന്നഭിന്നമാകുന്നു. ആ ഛിന്നഭിന്നമാകുന്നതിൽപ്പെട്ട് ഏതാണ്ട് 40ഓളം പേർ തൽക്ഷണം തന്നെ മരിക്കുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ 79 വയസ്സുള്ള ഭാര്യ, മകളുടെ ഭർത്താവ്, അവരുടെ കുട്ടിയടക്കമുള്ള ആളുകളൊക്കെ തന്നെ മരിച്ചു പോകുന്നു. അപ്പോൾ ഇത് ഇത്ര അനായാസമായി ഇതെങ്ങനെയാണ് സാധ്യമാക്കിയത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിലെ ഒരു ഓഫീസർ തന്നെ ഈ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് ടെഹ്റാൻ അറിയുന്നത് പോലെ തന്നെ, അതായത് ഞങ്ങൾക്ക് ജെറുസലേം അറിയുന്നത് പോലെ തന്നെ ടെഹ്റാനെക്കുറിച്ചും അറിയാം എന്നുള്ളതാണ്. അത് അദ്ദേഹം വെറുതെ പറഞ്ഞൊരു വാചകമല്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് ഈ മഹ്സ അമിനിയുടെയൊക്കെ ഒരു കൊലപാതകത്തിന് ശേഷം അവിടെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, അവിടുത്തെ ഓരോ ചലനങ്ങളും പ്രൊട്ടസ്റ്റേഴ്സും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ, ഇത്തരത്തിലുള്ള ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ടെഹ്റാനിലടക്കം തന്നെ അവരുടെ ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ വസതിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ തന്നെ ഏതാണ്ട് 8200ഓളം വരുന്ന ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. ടെഹ്റാൻ നഗരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്യാമറകൾ ട്രാഫിക്കിന് വേണ്ടിയും മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയും, നേരത്തെ പറഞ്ഞ സ്ത്രീകൾ തട്ടം ധരിച്ചിട്ടില്ലെങ്കിൽ അവിടെ വഴിയിൽ തടഞ്ഞു നിർത്താൻ മത പോലീസുകൾക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് അവർ പിന്നീട് ഫൈൻ ഈടാക്കി, നമ്മുടെ ട്രാഫിക് വയലേഷൻസ് ഒക്കെ നടത്തിയാൽ ഫൈൻ ഈടാക്കുന്ന പോലെ ഫൈൻ ഈടാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിരവധി ക്യാമറകൾ രാജ്യമെമ്പാടും സ്ഥാപിച്ചിരുന്നു. ആ ടെഹ്റാനിലുള്ള പ്രധാനപ്പെട്ട ഈ ക്യാമറകളുടെ സങ്കേതത്തിലേക്ക് കൃത്യമായിട്ട് മൊസാദ് എന്ന് പറയുന്ന ഇവരുടെ രഹസ്യാന്വേഷണ ഏജൻസി അതിനെ ഹാക്ക് ചെയ്തിരിക്കുന്നു. അവർ കൃത്യമായി ഈ ഡാറ്റാസ് എല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണം നടന്ന ദിവസം ഈ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഏത് സമയത്താണ് വരുന്നത്, അവരുടെ പ്രൈവറ്റ് കാറുകൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ഈ പറയുന്നത് ആരൊക്കെയാണ് കാണുന്നത്, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇത്തരത്തിലുള്ള ഡാറ്റകൾ അവർ കൃത്യമായിട്ട് എടുക്കുകയും ആ ഡാറ്റകളെല്ലാം തന്നെ ഇസ്രായേലിലേക്ക് കിട്ടുകയും അതിൽ തന്നെ ഫോൺ സിഗ്നൽസും ക്യാമറ ഫുട്ടേജസും അതുപോലെ മൂവ്മെൻറ്റ് പാറ്റേണും റിലേഷൻഷിപ്പും മാപ്പിങ്ങും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇതിന് ശേഷം അവർ കൃത്യമായ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുകയും ചെയ്തു. എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് ചോദിച്ചാൽ ഒരു മാപ്പിംഗ് ആണ്, ആരോടാണ് സംസാരിക്കുന്നത്, ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ സെല്ലുലാർ നെറ്റ്വർക്ക്സിനടക്കോട്ടും ഇവർ കൃത്യമായി കടന്നു കയറി. അപ്പോൾ ഇങ്ങനെ ആരൊക്കെ തമ്മിലാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ദശലക്ഷക്കണക്കിന് ഡാറ്റകൾ അവർ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിനെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ പാറ്റേൺ ഉണ്ടെന്ന് കണ്ടെത്തിയതിന് ശേഷം അമേരിക്കൻ ഹ്യൂമൻ സോഴ്സ്, അവിടെ ഒരു IS ഈ പറയുന്ന CIA കീഴിലുള്ള CIA ബന്ധമുള്ള ഒരു ഹ്യൂമൻ സോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടും അതുപോലെ തന്നെ മിലിറ്ററിക്കകത്തുള്ള സ്പൈ വർക്കിലുള്ള ആളുകളോടും ഇതെല്ലാം തന്നെ ശരിയാണോ എന്നുള്ളത് ഒരിക്കൽ കൂടി റീകൺഫേം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ റൊട്ടീൻസും ശീലങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന അദ്ദേഹമാണ്. 4:30 ഇദ്ദേഹം വെളുപ്പിന് 4 മണിക്ക് ആയത്തുള്ള അലി ഖൊമേനി എഴുന്നേൽക്കുമെന്നും 4:30 പ്രാർത്ഥന നടത്തുമെന്നും അതിനുശേഷം 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്നും അതിനുശേഷം
പൊതുപരിപാടികളും പ്രഭാഷണങ്ങളും ബാക്കിയുള്ള മീറ്റിങ്ങുകൾക്കുമൊക്കെ അദ്ദേഹം പങ്കെടുക്കുമെന്നും പിന്നീട് ഉച്ചയ്ക്ക് വന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം 3 മണി വരെ വിശ്രമം ഉണ്ടാക്കുമെന്നും ഒക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള പാറ്റേണുകൾ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ സ്പൈകളുമൊക്കെ തന്നെ നിരവധി കൃത്യമായിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള പണവും മറ്റു പലതരത്തിലുമൊക്കെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സ്പൈ വർക്കുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ മൊബൈൽ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ സംഭവം നടന്ന ദിവസം സെക്യൂരിറ്റി ഗാർഡ്സിന് മുൻകരുതലുകൾ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ മൊബൈൽ ടവറുകളിലൊക്കെ തന്നെ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് ബിസി സിഗ്നലുകളാണ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ ആസൂത്രിതമായി വർഷങ്ങൾ കൊണ്ട് തന്നെ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെയുള്ള ഡാറ്റ അനാലിസിസ് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടാണ് മൊസാദ് ഇത് സാധ്യമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഇസ്ലാമിക് റവന്യൂ ഗാർഡ്സ്, ഇറാനിയൻ റവന്യൂ ഈ പറയുന്ന പോലെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഒക്കെ തന്നെ തലവനായിട്ടുള്ള ആളുകളെ അടക്കമൊക്കെ തന്നെ കൊന്നുകളയാനും ഇവർക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഇത് മൊസാദ് എന്ന് പറയുന്ന ഏജൻസി ആദ്യമായി ചെല്ലുന്ന ഒരു വർക്കല്ല. അവർ ഈ കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. 2024 പേജർ എക്സ്പ്ലോഷൻ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് പേജർ എവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ആ പേജറുകൾ ഒരു സ്ഥലത്ത് വെച്ച് ആ പേജറിനകത്ത് എക്സ്പ്ലോസീവുകൾ ചേർത്ത് വെച്ച് ആയിരക്കണക്കിന് പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള അറ്റാക്കുകളാണ്. ഇതിന് തൊട്ടു മുമ്പ് ഇറാനിൽ വെച്ച് തന്നെ ഇതേ വലിയ സുരക്ഷാ കേന്ദ്രങ്ങളുള്ള ഇറാനിൽ വെച്ച് തന്നെ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും. വളരെ പ്രിസിഷനോടുകൂടിയുള്ള കില്ലിംഗ് ആണ് അവർ നടത്തിയത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇവർക്കുണ്ട് എന്നുള്ളതിന് നമുക്ക് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങളുണ്ട്. 6 ഡേ വാർ എന്ന് പറയുന്ന ഒരു വാർ ഇസ്രായേൽ നേതൃത്വം കൊടുക്കുകയും ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം തുടരെ തന്നെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇസ്രായേൽ അത്തരത്തിലുള്ള 6 രാജ്യങ്ങളുമായി നേരിടേണ്ടി വന്നപ്പോൾ പോലും വളരെ കൃത്യമായി അവരുടെ പൈലറ്റുകൾ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ പൈലറ്റുകൾ ഡ്യൂട്ടി മാറുന്ന സമയം ഒരു 7 മുതൽ 8 മണി വരെയാണെന്നുള്ള കൃത്യസമയം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സമയം ഇവർ കണ്ടെത്തുകയും ആ സമയത്ത് വിമാനങ്ങളെല്ലാം താഴെ ഉണ്ടാകുമെന്നും അതുപോലെ പൈലറ്റുമാർ കുറച്ചുകൂടി ക്ഷീണിതരായിരിക്കുമെന്നും അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മാറുന്ന സമയമായിരിക്കുമെന്നും മനസ്സിലാക്കി ആ സമയത്തിനകം തന്നെ ഈ 6 രാജ്യങ്ങളുടെയും വലിയ കാതലായിട്ടുള്ള അവരുടെ സോഴ്സുകളെ, അവരുടെ ഫൈറ്റർ ജെറ്റുകളെ തകർത്ത് കളയാൻ കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇസ്രായേലിനെ അന്ന് അതിജീവിക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം തന്നെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിൽ അതീവ മിടുക്കരാണ് മൊസാദ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈദി അമീൻ്റെ രാജ്യത്തേക്ക് അവരുടെ ഒരു ഒളിമ്പിക്സിൽ നിന്നും അവരുടെ ആളുകളടക്കമുള്ള ആളുകളെയും തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല, പല വീഡിയോകളിലും പറഞ്ഞതായതുകൊണ്ട്. അതായത് മ്യൂണിച്ച് ഒളിമ്പിക്സിൽ നിന്ന് ഇവരുടെ താരങ്ങളെയും ഇവരുടെ ആളുകളെയും കൂടി തട്ടിയെടുത്തുകൊണ്ട് ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുകയും ആ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് ഈദി അമീൻ്റെ ഉഗാണ്ടയിൽ ചെന്നിറക്കുകയും ചെയ്തതിന് ശേഷം ഇവർ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് അതിനെ വെടിവെപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെയ്തത് അവിടെയുള്ള എയർപോർട്ട് നിർമ്മിച്ച കമ്പനികളുടെ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു എന്ന് കണ്ടെത്തുകയും അയാളെ കണ്ടെത്തി അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ടുള്ള വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും കൊണ്ടാണ് അന്നത്തെ ഒരു അറ്റാക്ക് അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അന്ന് അവിടെ ഹോസ്പിറ്റലിലായി പോയ ഒരു വനിതയെ ഇതിൽ ക്രുദ്ധനായിട്ടുള്ള ഈദി അമീൻ വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർ ഈ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഫ്ലൈറ്റിനകത്തേക്ക് ഏതാണ്ട് ഈദി അമീൻ്റെ ഒരു വാഹനവ്യൂഹം വരുന്നത് പോലെ തന്നെ റേഞ്ച് റോവറുകളിലും ബെൻസുകളിലുമൊക്കെ ഏതാണ്ട് അതേപോലെ തന്നെ ആളുകൾ വരുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ഈ മൊസാദിൻ്റെ സംഘം അതുപോലെ സൈനികർ ഇതിനകത്തേക്ക് കയറിയത്. ഇതിൽ പെട്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അനിയൻ അന്ന് കൊല്ലപ്പെട്ടത് എന്നുള്ളതും മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ അത്രയും മെറ്റിക്കുലസ് ആയ അത്രയും സൂക്ഷ്മമായിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനും നടത്തിക്കൊണ്ട് വർഷങ്ങളായി തന്നെ ടെഹ്റാൻ സിറ്റിയെയും ഈ ആയത്തുള്ള അലി ഖമേനിയെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയുടെ ചില ഉദ്യോഗസ്ഥരും ബുഷുമൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇറാനെ കൃത്യമായി അറിയാം, ഇറാൻ്റെ ഒളിത്താവളങ്ങൾ അറിയാം, ബങ്കറുകൾ പോലും അറിയാം ആയത്തുള്ള അലി ഖമേനിയുടെ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തിയത് എന്ന് നിങ്ങൾ പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ ബ്ലൂ സ്പാരോ മിസൈൽസ് എന്ന് പറയുന്ന മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. ആ മിസൈലുകൾ എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ അകലെയുള്ള
ചെറിയ മേശകളെ പോലും വേണമെങ്കിൽ എയിം ചെയ്യാൻ കഴിയുന്നത്ര സൂക്ഷ്മത പുലർത്താൻ കഴിയുന്ന മിസൈലുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് ടെക്നോളജിയും അതുപോലെ ഇൻഫർമേഷൻ വളരെ ശക്തമായിട്ടുള്ള ഇൻഫർമേഷൻ, അത് വളരെ സ്ട്രോങ് ആയി കൃത്യമായി ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് അതിനുപയോഗിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആയത്തുള്ള അലി ഖൊമേനി അവർക്ക് വകവരുത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ അവർ ആയത്തുള്ള അലി ഖൊമേനിയെ ലക്ഷ്യമിട്ടിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിവരം കൂടിയുള്ളത്, ആയത്തുള്ള അലി ഖൊമേനി ബങ്കറിലേക്ക് പോകാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ്. അതിൻ്റെ കാരണം ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ ഞാനൊരു രക്തസാക്ഷിത്വം വഹിച്ചാൽ അത് പുണ്യമാകും എന്നുകൂടി അദ്ദേഹം വിശ്വസിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്.